എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൊല്ലം ജില്ലയെക്കുറിച്ചാണ്. കൊല്ലം ജില്ല 2006 മുതൽ നോക്കിയാൽ വലിയ രീതിയിൽ LDFന് സീറ്റുകൾ നേടിക്കൊടുക്കുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അല്ലെങ്കിൽ ഇപ്പം പത്തനംതിട്ടയിൽ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റുകൾ പോയി. ഒന്ന് കരുനാഗപ്പള്ളി, അത് വലിയ ഭൂരിപക്ഷത്തിന്. അപ്രതീക്ഷിതമായി കുണ്ടറയും പോയി. ഇപ്പോൾ CPM അവിടെ നേരിടുന്ന മറ്റൊരു പ്രശ്നം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ്. അതായത് മുകേഷിന് സ്ഥാനാർത്ഥിത്വം വീണ്ടും കൊടുക്കാൻ കഴിയില്ല. മുകേഷിനെ വീണ്ടും സ്ഥാനാർത്ഥിത്വം CPM കൊടുക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പകരം ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥി? ചിന്താ ജെറോമിന് കൊടുക്കാൻ കഴിയില്ല. അതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ ആദ്യം പറയാം. ഇതിന്റെ സമീപ മണ്ഡലങ്ങളിലെല്ലാം ഉള്ള സ്ഥാനാർത്ഥികൾ കൊട്ടാരക്കര ബാലഗോപാൽ, അതുപോലെ തന്നെ കുണ്ടറയിൽ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ വീണ്ടും മത്സരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ, തൊട്ടടുത്ത് ഇരവിപുരത്ത് നൌഷാദ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രശ്നം തന്നെയാണ്. മതസാമുദായിക പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു പിന്നോക്ക ഹിന്ദു സ്ഥാനാർത്ഥി മാത്രമേ കൊല്ലത്ത് പരിഗണിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇപ്പോൾ നേതൃത്വത്തിൽ അങ്ങനെ പെട്ടെന്ന് CPMന് ഒരു നാച്ചുറൽ ചോയ്സിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. മുകേഷ് എപ്പോഴും സീറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം മത്സരിപ്പിക്കില്ല. മുകേഷിനെ മത്സരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 139 മണ്ഡലങ്ങളിലും പ്രശ്നമാവും മുകേഷിനെ മത്സരിപ്പിച്ചു. കോൺഗ്രസിൽ പക്ഷേ എല്ലായിടത്തും എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കും, IC ബാലകൃഷ്ണനും മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ളത്. അതായത് അവരെ രണ്ടുപേരും ഒഴിവാക്കുന്നില്ല, അവരെ നിലനിർത്താൻ. പക്ഷേ കോൺഗ്രസിനകത്ത് അത് എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ CPMന് മുകേഷിനെ വീണ്ടും മത്സരിപ്പിക്കാൻ കഴിയില്ല. മത്സരിപ്പിച്ചാൽ ഈ പറയുന്നത് പോലെ അതൊരു വലിയ പ്രശ്നമായി മാറുകയും ഈ 139 ഇടത്തും കേരളം മൊത്തത്തിൽ CPM മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ പെട്ടെന്ന് കൊല്ലം മണ്ഡലം എത്രയോ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് CPM നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് CPMന് മുന്നിൽ വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളിയാവും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം കൊല്ലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരമായി ഒരർത്ഥത്തിൽ പരിണമിക്കുകയും ചെയ്യും. അല്ല, അവിടെ ഒരു 1-2 ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ പെട്ടെന്ന്, അതായത് കൊല്ലത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പാർട്ടിയുടെ പരിഗണനയിൽ വരുന്നില്ല. ഇനി സ്റ്റേറ്റ് ലീഡർഷിപ്പ്, കാരണം മുകേഷിന്റെ കാര്യവും സ്റ്റേറ്റ് ലീഡർഷിപ്പ് അങ്ങനെ തീരുമാനിച്ചതാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് 2016 മുകേഷിന്റെ കാര്യം സ്റ്റേറ്റ് ലീഡർഷിപ്പ് തീരുമാനിച്ചാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും കൊല്ലത്ത് മത്സരിക്കാൻ. മുൻനിര നേതാവല്ലാതെ അവിടെ ജില്ലാ കമ്മിറ്റിക്ക് അകത്ത് തന്നെ ഈ സാമുദായിക പരിഗണന വെച്ചിട്ട് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ. പക്ഷെ അങ്ങനെ മാത്രം ഒരാൾ മതിയോ എന്നുള്ളതാണ് CPM നേരിടുന്ന ഒരു പ്രശ്നം. കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളതാണ്. കാരണം കുണ്ടറ കഴിഞ്ഞ തവണ ഏറ്റവും വലിയൊരു അട്ടിമറിയിലൂടെയാണ് മാറിപ്പോയത്. കുണ്ടറയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് 2016 തൂത്തുവാരി 11 സീറ്റുകൾ പറയാം. കരുനാഗപ്പള്ളിയിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് CR മഹേഷ് പരാജയപ്പെട്ടത്. അത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്താണ്, മഹേഷ് ആ നിയോജക മണ്ഡലം വിട്ട് ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ല. ഇടയ്ക്കൊന്ന് ചെണ്ടകൊട്ടാൻ പോകുന്നല്ലാതെ മഹേഷിനെയും അതെ അദ്ദേഹം ബാലഗോപാൽ, നമ്മുടെ ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 2016 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ബാലഗോപാൽ കൊടുത്ത നിർദ്ദേശം എല്ലാ സീറ്റുകളും ജയിക്കണമെന്നുള്ളതായിരുന്നു. കരുനാഗപ്പള്ളിയിൽ തന്നെ ശരിക്കും CPIയും CPMും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് ഏറ്റവും അവസാനം ഈ R രാമചന്ദ്രൻ കടന്നുകൂടുകയാണ് ചെയ്തത്. 8000 വോട്ടിന്റെ ഭൂരിപക്ഷം ചവറയിൽ. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും 5 അക്ക ഭൂരിപക്ഷമായിരുന്നു കൊല്ലത്ത്. അവിടെയാണ് CPM ഈ കൊല്ലത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാം? CPI ആണ് മത്സരിക്കുന്നത്. കുണ്ടറയിൽ പുതിയൊരു സ്ഥാനാർത്ഥി വേണോ അതോ മേഴ്സിക്കുട്ടിയമ്മ തന്നെ മത്സരിക്കണോ? അവിടെ ഈ പറയുന്ന സീറ്റുകൾ നിലനിർത്തുക എന്ന് പറയുന്നത് CPMന് കുറച്ചൊരു ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാണ്. CPMന്റെ സംസ്ഥാന സമ്മേളനം ഇത്തവണ കൊല്ലത്താണ് നടന്നത്. ആ കൊല്ലം സമ്മേളനം അവിടെ വെക്കുന്നതിൽ തന്നെ ഉറച്ചതിൻ്റെ ഒരു കാരണം ഇത്തരം വിഷയങ്ങളാണ്. പാർട്ടി നിരവധി ഉൾപാർട്ടി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജില്ലയാണ് കൊല്ലം എന്ന് മാത്രമല്ല പല നടപടികളും അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത സമ്മേളനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഉടച്ചുവാർക്കലുണ്ടാകും. ആ ഉടച്ചുവാർക്കലിന് കാരണമാകുന്നത് ഒരുപക്ഷെ ഈ 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച എന്നുള്ള രീതിയിലായിരിക്കും. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ 1-2 സീറ്റ് പോയാൽ പോലും പ്രശ്നമാണ്. കൊട്ടാരക്കര അതുപോലെ തന്നെ പ്രതിസന്ധിയുള്ള ഒരു പ്രശ്നമാണ്. അതും വേണമെങ്കിൽ അട്ടിമറിക്കപ്പെടുമോ എന്നൊരു ഭയം CPMനുണ്ട്. പക്ഷേ കൊട്ടാരക്കരയുടെ കാര്യത്തിൽ CPMന് ആത്മവിശ്വാസമുണ്ട്. അതെ, ഐഷാപ്പറ്റ് മത്സരിച്ചാലും ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതെ, പക്ഷേ കഴിഞ്ഞ മുൻ തവണത്തെ നോക്കുമ്പോൾ ഉള്ള ഭൂരിപക്ഷം കുറഞ്ഞതാണ്. 42,000 ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറഞ്ഞു. അതെ, 18 മാറി. 18 എനിക്ക് 11 കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലം അത്തരമൊരു റിസ്ക് എടുക്കില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രാദേശിക നേതൃത്വത്തിന്റെ പരിഗണനയിലായിരിക്കില്ല. വീണ്ടും സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി വരാനാണ് സാധ്യത.